ഞാനിപ്പോൾ നിൽക്കുന്ന ജുവൽസ് ഓഫ് ജോയ് എന്നൊരു ഫംഗ്ഷനിലാണ്. ഇത് ജോയ് ആലുക്കാസ് ഗ്രൂപ്പിൻ്റെ 20 കൊല്ലത്തിലധികം സേവനം അനുഷ്ഠിച്ച ആൾക്കാരെ ആദരിക്കാനുള്ള ഒരു ചടങ്ങാണ്. അദ്ദേഹം നമ്മളൊരു പഴയകാല സുഹൃത്തു കൂടിയാണ്. നമ്മുടെ ലോകം അറിയുന്ന ഒരു സ്വർണ്ണ വ്യാപാരി എന്നതിനപ്പുറം ജോയ് ആലുക്കാസ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ മാനേജിംഗ് ഡയറക്ടറാണ് ജോയ് ആലുക്കാസ്. അദ്ദേഹമാണ് നമുക്കിപ്പം ചേരുന്നത്. അപ്പോൾ എന്താണ് ഈ ചടങ്ങിൻ്റെ ഒരു പ്രത്യേകത? ഇത് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള, ഇപ്പോഴും വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള ഒരു ഗെറ്റ് ടുഗെദറാണ്, ഒരു സെലിബ്രേഷൻ. അങ്ങനെ ഒരു സെലിബ്രേഷൻ ഇന്നാണ് ചെയ്യുന്നത്. 221 എംപ്ലോയീസ് ഇന്ത്യയിൽ എനിക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്ത് ഇപ്പോഴും വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഫംഗ്ഷനാണ് ഇന്ന്. അവരെ ആദരിക്കുമ്പോൾ വല്ല കോടികളും വല്ലതും കൊടുക്കാനുള്ള പരിപാടിയാണോ? അതൊക്കെ സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുക. എന്തെങ്കിലും ഉണ്ടാവും. എൻ്റെ വൈഫാണ് ജോളി. സുഖമായിരിക്കുന്നല്ലേ? സുഖമായിരിക്കുന്നു. ഈ മനുഷ്യനെ കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? നല്ല സുഖമാണ്. ഓക്കെ. അപ്പോൾ ഇതിനിടയ്ക്ക് ഫോബ്സ് മാഗസിൻ്റെ കവർ പേജിലൊക്കെ കണ്ടു. അതിപ്പോൾ ഞാൻ നല്ല സുന്ദരനാണല്ലോ. എൻ്റെ ഇവിടെയുള്ള ഈ 221 എംപ്ലോയീസും ഗൾഫിൽ എനിക്ക് 135 എംപ്ലോയീസ് ഉണ്ട്. ഈ 20 വർഷം കഴിഞ്ഞ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് അത്രയും 221 എംപ്ലോയീസ് മാഷ് ഉദ്ദേശിച്ച് ടോട്ടൽ അല്ല, ഈ 20 കൊല്ലം പൂർത്തിയാക്കിയവർ. 20 കൊല്ലം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുള്ളവർ. ഇന്ത്യയിൽ ഞാൻ സ്ഥാപനം തുടങ്ങിയിട്ട് 23 വർഷമായിട്ടുള്ളൂ. ഈ 23 വർഷത്തിനകത്ത് 221 ആളുകൾ എൻ്റെ കൂടെ എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. പലരും 20 വർഷം കഴിഞ്ഞ് പോയിട്ടുള്ളവരുണ്ട്, 10 വർഷത്തിനുള്ള. ടോട്ടൽ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ ഞാൻ പേരോളിൽ ഇന്ത്യയിലും ഗൾഫിലും നോക്കുമ്പോൾ എനിക്ക് 50,000-ന് മേളിലുള്ള ആളുകൾ ഞാൻ ഈ ജോലിക്ക് വെച്ച് അവിടെ നിന്ന് ഒരു 38,000 പേരോളം പിരിഞ്ഞു പോയിട്ടുണ്ട് ഈ ഇത്രയും വർഷത്തിനിടയ്ക്ക്. ഇപ്പോൾ ഒരു 11,500 ഇപ്പോഴും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. പൊതുവെ അങ്ങയുടെ ഒരു ലോകം എങ്ങനെയാണ് തൊഴിലാളികളോട്? അപ്പോൾ അവരുടെ ക്ഷേമമൊക്കെ അന്വേഷിക്കുന്ന മുതലാളിയാണോ, അതോ കാണുമ്പോൾ ഹായ് ഗുഡ് മോർണിംഗ് പറയുന്ന ആളാണോ? എനിക്ക് എല്ലാവരും കണ്ടാൽ തിരിച്ചറിയും. പേര് വിളിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടോ? തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെ പറ്റില്ല. ഇപ്പോൾ ഈ സ്വർണ്ണ വ്യാപാര രംഗം, ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം വന്നതിന് ശേഷം എങ്ങനെയാണ് അവസ്ഥ? അവിടെ യുദ്ധത്തെ പറ്റിയിട്ട് ആദ്യം 2-3 ദിവസത്തെ ഒരു ജിജ്ഞാസ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ആസ് യൂഷ്വൽ അവിടുന്ന് ചില 1-2 പ്രശ്നങ്ങൾ എപ്പോഴും എന്നും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. പക്ഷെ അതൊന്നും ആരും ബോധർ ചെയ്യുന്നില്ല. ഗൾഫ് നാടുകളിൽ അങ്ങേക്ക് വെല്ലുവിളിയുണ്ടോ? തുടക്കത്തിൽ ആദ്യത്തെ 2-3 ദിവസത്തേക്ക് ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു നോർമലായി. പിന്നെ ഗോൾഡ് പ്രൈസ് ആണെങ്കിൽ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ആളുകൾ കൂടുതൽ വാങ്ങാനുള്ള ഒരു വ്യഗ്രതയുണ്ട്. സെയിൽസ് വീണ്ടും അത് റീവാമ്പ് ചെയ്ത് വരുന്നുണ്ട്. ഏതൊക്കെ രാജ്യങ്ങളിലെത്തി? ഭൂഖണ്ഡങ്ങൾ ബാക്കി വല്ലതും ഉണ്ടോ? ഇപ്പോൾ 13 രാജ്യത്തായിട്ടുണ്ട്. 13 കൺട്രി. ആൻഡ് അതാണ് എൻ്റെ സ്ട്രെങ്ത്. അങ്ങ് ഒരു വ്യവസായി എന്നുള്ളതിൽ തൃപ്തനാണോ? ഞാൻ വളരെ ഹാപ്പിയാണ്, തൃപ്തനാണ്. എഴുത്തിലേക്കൊക്കെ തിരിഞ്ഞല്ലോ ഇപ്പോൾ? എഴുത്തൊന്നുമില്ല, ഞാനൊരു ബുക്ക് എഴുതിയെന്നല്ലാതെ ഒരു ബുക്ക്. ഈ സ്വർണ്ണ വ്യാപാരം ബോറടിച്ചപ്പോൾ എഴുത്തിലേക്ക് മാറിയതാണോ? അല്ലല്ല, ഞാനിപ്പോൾ എൻ്റെ അനുഭവങ്ങളും എൻ്റെ പാളിച്ചകളെല്ലാം എന്തെങ്കിലും എഴുതണ്ടേ. അപ്പോൾ അത് എഴുതാമെന്ന് തോന്നി ഇങ്ങനെ എഴുതി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് എന്ന പേര്. നന്നായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? ആൾക്കാർ വാങ്ങിച്ചു വായിക്കുന്നുണ്ട്. അതിൽ ആ പുസ്തകത്തിൽ ആളുകൾ വായിക്കപ്പെടണം എന്ന് അങ്ങേക്ക് തോന്നാൻ ഉള്ള അനുഭവങ്ങളിൽ ഏറ്റവും കടുത്ത ഉള്ളുന്ന അനുഭവം ഏതായിരുന്നു? എൻ്റെ എടുത്താൽ എൻ്റെ ചെറുപ്പത്തിലുള്ള എൻ്റെ ചില വികൃതികളുണ്ട്. ഞാൻ ഗൾഫിൽ പോയിട്ടുള്ള എൻ്റെ അനുഭവങ്ങൾ, അതാണ് എൻ്റെ മെയിനായിട്ടുള്ളത്. എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എനിക്ക് ലാംഗ്വേജ് ബാരിയർ, അങ്ങനെ പല കാര്യങ്ങളും. 10ാം ക്ലാസ്സിൽ പഠിക്കും വണ്ടി കയറിയതല്ലേ? 10ാം ക്ലാസ് കഴിഞ്ഞു. 10ാം ക്ലാസ്സിൽ കഴിഞ്ഞപ്പോൾ വണ്ടി കയറിയതാ അവിടുന്ന്? ഇല്ല, ഞാനൊരു 29 ഇയേഴ്സിലാണ് പോയത്. കല്യാണം കഴിഞ്ഞിട്ടോ വണ്ടി കയറിയിട്ടുള്ളൂ. പ്രേരണ അങ്ങായിരുന്നോ? എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് ദൈവം സഫലീകരിച്ചു തന്നു. ജോളി സിൽക്സ് എങ്ങനെ പോന്നു? ഞങ്ങൾക്ക് നന്നായിട്ട് പോകുന്നുണ്ട്. ഈ ജോയ് ആലുക്കാസിന് വെല്ലുവിളിയാണോ ജോളി സിൽക്സ്? വെല്ലുവിളിയൊന്നുമില്ല, സഹോദര സ്ഥാപനങ്ങളല്ല. അപ്പോൾ ഭാര്യയ്ക്കൂടെ ഒരു സ്ഥാപനം തുടങ്ങി കൊടുക്കണമെന്ന് ആഗ്രഹിച്ചെന്താ? എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് കൊടുത്തതല്ല, ഭാര്യയുടെ പേരിട്ടെന്നുള്ളൂ. അതെ, എവിടെ പോയാലും ജോയ് ആലുക്കാസ്, എൻ്റെ പേരിലൊന്നുമില്ല എന്നൊരു തോന്നലിനി വരണ്ട. ജോളി സിൽക്സ് തന്നെ കൊടുത്തു. അതുകൊണ്ടൊരു കുടുംബകലകം വേണ്ടെന്നുള്ളതല്ലേ? അപ്പോൾ എൻ്റെ ഭാര്യയും വന്നിട്ടുണ്ട് അങ്ങനെ കാണാനുണ്ട്. ഭാര്യ എന്താ പറയാൻ വന്നേ? കേട്ടില്ല. മക്കളോട് ഞാൻ വിളിച്ചു. അപ്പോൾ വരൂ മക്കളോട് വരൂ. അപ്പോൾ സുഖമായിരിക്കുന്നില്ല മോളെ? എത്ര മക്കളാ? നമുക്കൊരു മകൻ, അപ്പന്റെ 3ാമത്തെ ആള്. അതെ, സുഖമായിട്ടിരിക്കും. കുഴപ്പമൊന്നുമില്ലല്ലേ? വരൂ നിങ്ങളെല്ലാവരും മോളെ
സുഖമായിരിക്കുന്നോ? ഇവരെല്ലാം ജോയി ആലൂക്കസിന്റെ മക്കളാണ്. ആന്റണി, ഹായ്. സുഖം സുഖം സുഖം. ഇന്നത്തെ ഫംഗ്ഷനിലൊക്കെ നിങ്ങൾ സാറിന് തരം പോകും? പോവാറുണ്ട് എല്ലാത്തിനും. ഫാമിലി പോലെയാണ് നമുക്ക് എംപ്ലോയീസ്, അപ്പൊ നമ്മൾ എല്ലാത്തിനും കൂടെ പോവാം. നിങ്ങളാണ് പുതിയ തലമുറ, ന്യൂ ജെൻ. ജെൻസി വരുവോ? ജെൻസി അതെ, കടന്നിട്ട് ഇപ്പൊ ഒരു 20 വർഷമായി. എങ്ങനെ അപ്പൻ സമ്മതിക്കും. അപ്പഴും കുഴപ്പമില്ല, പഠിച്ചവരൊരു. ഇന്നത്തെ ചടങ്ങിന്റെ ഒരു പ്രത്യേകത മോനെ മോളെ ഇത് ഭാര്യ. ചടങ്ങിന്റെ ഒരു പ്രത്യേകത നമ്മൾ ഇപ്പോൾ വി ആർ ഓണറിങ് 20 ഇയേഴ്സ് നമ്മളിവിടെ നിന്ന ആൾക്കാർ. 20 ഇയേഴ്സ് എന്ന് പറഞ്ഞാലും നമ്മളിവിടെ 30 വർഷം 35 ഇയേഴ്സ് പ്ലസ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരിനൊക്കെ ഓണർ ചെയ്യുന്ന ഒരു പരിപാടി. നന്നായി, വളരെ നന്നായി. നല്ലൊരു ആശയമാണ്. എന്തായാലും നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഈ 24 വന്ന് ജോയി ആലൂക്കാസിനോട് സംസാരിക്കുന്നവരെ ഈ പ്രോഗ്രാം ഇപ്പോൾ തടഞ്ഞു നിൽക്കുക. ഇനി പ്രോഗ്രാം തുടങ്ങണം. അപ്പോൾ ഞാൻ ഒരു കാര്യമോട് ചോദിക്കുന്നുള്ളൂ. പൊതുവേ നമുക്ക് കുറച്ച് സ്വർണ്ണ വ്യാപാരികൾ സുഹൃത്തുക്കളുണ്ട്, അങ്ങനെ അറിയുന്ന പോലെ. അവരെല്ലാം വളരെ സീരിയസ് ആയ ആൾക്കാരാണ്. എന്നാൽ നിങ്ങളെപ്പോഴും തമാശ പറഞ്ഞ് നിങ്ങൾക്ക് ടെൻഷൻ നടുവിൽ നിൽക്കുമ്പോഴും നിങ്ങൾ അത്യാവശ്യം ഫലിതബോധം സൂക്ഷിക്കുന്നു. എന്താ അതിൻ്റെ രഹസ്യം? അത് എന്താ രഹസ്യം? ഞങ്ങളിപ്പോഴും സന്തോഷമില്ല, ജോയ് ആൻഡ് ജോളി. അപ്പോൾ അതുകൊണ്ട് ജോയ് ആൻഡ് ജോളി. അതെ, അങ്ങനെ ടെൻഷൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലേ? അപ്പോൾ ഈ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അങ്ങേക്ക് എന്താ പറയാനുള്ള ഈ അവസരം? പ്രത്യേകിച്ച് നിങ്ങൾ ഇത്രയധികം 20 വർഷത്തിലധികം പരിചയസമ്പന്നരായ എംപ്ലോയീസിനെ അനുമോദിക്കുന്നു, അവരെ ആദരിക്കുന്നു, എന്തോ അവർക്ക് കാര്യമായിട്ട് എന്തോ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് മറ്റുള്ള മുതലാളിമാർക്കൂടെ ഒരു ഇതാവട്ടെ, ഒരു പാത വെട്ടി തുറക്കട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ എംപ്ലോയീസാണ് നമ്മുടെ കമ്പനിയുടെ സ്ട്രെങ്ത്ത്. അപ്പോൾ അവരെ ആദരിക്കുന്നതുകൊണ്ട് തെറ്റുമില്ല. പ്രത്യേകിച്ച് 20 വർഷം എന്നുള്ളത് 10 വർഷം കൂടെ വർക്ക് ചെയ്തവരെയും ആദരിക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷെ 10 വർഷം എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു ഫുട്ബോൾ ഗ്രൗണ്ട് വേണ്ടി വരും. അത്രയും പേര് എൻ്റെ കൂടെ ഒപ്പം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സംഭവം എല്ലാ വർഷവും വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പോഴും ഉണ്ടോ? 2 ദിവസം നമുക്കൊന്ന് തരണം, നമുക്കൊന്ന് കൊച്ചിയിലൊക്കെ ഒന്ന് കറങ്ങാം. പക്ഷേ ഓൾ ദി ബെസ്റ്റ്. നല്ല ഫംഗ്ഷനാണ് മാം. താങ്ക് യു. അപ്പോൾ ജോയി ആലൂക്കാസിൻ്റെ ഫംഗ്ഷനാണ് ഇവിടെ നടക്കുന്നത്. അവരുടെ കൂടെ വർക്ക് ചെയ്ത എംപ്ലോയീസിനെ 20 കൊല്ലത്തിലധികം ജോലി ചെയ്ത എംപ്ലോയീസിനെ ആദരിക്കുന്ന ചടങ്ങാണ്. അപ്പോൾ ആ ചടങ്ങിന് എല്ലാ ആശംസകളും നേരുന്നു. അതോടൊപ്പം നമ്മുടെ ഒരു സുഹൃത്താണ് അനീസ് വർഗീസ്, അദ്ദേഹം ഇവിടെയുണ്ട്. നമ്മുടെ ജോയി ആലൂക്കാസിൻ്റെ മറ്റൊരു ആത്മാവാണ്. ഓക്കെ. അപ്പം